ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് ടി വിയുടെയും ഗുഡ്നസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 62ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ഗുരുവിൻ്റെ അടുക്കലെത്തി. വലിയ മാനസിക വ്യതയിലൂടെ, സംഘർഷത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയായിരുന്നു. ഗുരുവിൻ്റെ അടുക്കലെത്തി സങ്കടങ്ങളൊക്കെ ഉണർത്തിച്ചു. വളരെ ശ്രദ്ധാപൂർവം ഗുരു അദ്ദേഹത്തെ കേട്ടുകൊണ്ടേയിരുന്നു. അവസാനം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അല്പം ഉപ്പ് തരാം, അത് കുടിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇടണം, പിന്നെ ആ ഉപ്പ് കലർത്തിയ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തിരുന്ന ഒരു പാത്രത്തിൽ നിന്ന് അല്പം ഉപ്പെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം ഗുരു പറഞ്ഞതുപോലെ അത് തനിക്ക് കിട്ടിയ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇട്ടു, ഇളക്കി നന്നായിട്ട് കുടിക്കാനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് അല്പം രുചിച്ചു നോക്കിയ ശേഷം ആ മനുഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഭയങ്കരമായ കയ്പാണ്, കുടിച്ചിറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. തോളിൽ തട്ടിക്കൊണ്ട് ഗുരു പറഞ്ഞു, സാരമില്ല, അത് കുടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. ഈ മനുഷ്യനെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഗുരു പതുക്കെ ആ ആശ്രമത്തിൻ്റെ മുമ്പിലുള്ള ഒരു കുളത്തിൻ്റെ അരികിൽ വന്നിരുന്നു. അവിടെ ചെന്നതിന് ശേഷം ഇതേപോലെ തന്നെ അല്പം ഉപ്പെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, ഈ ഉപ്പ് ഈ കുളത്തിലേക്ക് ഇടുക, അതിനുശേഷം കുളത്തിൽ നിന്നും അല്പം വെള്ളമെടുത്ത് രുചിച്ചു നോക്കുവാനായിട്ട്. ഗുരു പറഞ്ഞതുപോലെ ഈ ഉപ്പ് കുടത്തിലേക്ക് ഇട്ടു. അതിനുശേഷം അല്പം ജലമെടുത്ത് രുചിച്ചു നോക്കുവാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതെനിക്ക് കുടിച്ചിറക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞു. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ഇതുപോലെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളും വേദനാജനകമായ അനുഭവങ്ങളും. ജീവിതത്തിലെ പ്രതിസന്ധികളും വേദനാജനകമായ അനുഭവങ്ങളുമൊക്കെ മനസ്സിൽ വഹിച്ചുകൊണ്ട് ഏതു നേരവും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് നടന്നാൽ ഇതേ അവസ്ഥയാണ്. എന്നാൽ മനസ്സിൻ്റെ വലിപ്പമുണ്ടല്ലോ, ആ വലിപ്പമാണ് ഈ പ്രതികൂല സാഹചര്യങ്ങളെ സ്വീകരിക്കാൻ, ഇതിൽ നിന്നൊക്കെ മുക്തി നേടുവാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുക. ആയതിനാൽ ഇന്നലകളിലെ ഒരുപക്ഷെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ, വേദനാജനകമായ നിമിഷങ്ങൾ, മറക്കാൻ പറ്റാത്ത ചില സംഭവങ്ങൾ, സംഭവ വികാസങ്ങൾ, ഇവയെല്ലാം സ്നേഹമുള്ളവരെ വഹിച്ചുകൊണ്ട് നടന്നാൽ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാനായി സാധിക്കുകയില്ല. ഇവയൊക്കെ സംഭവിച്ചു പോയി. പഴയ കാലഘട്ടങ്ങളിൽ നിന്ന്, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വേദനാജനകമായ സംഭവങ്ങൾ, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന നല്ല കാര്യങ്ങൾ, അതൊക്കെ എടുത്തുകൊണ്ട് ഇന്നത്തെ ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാവുക, ആവേശകരമായ വലിയ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുക. സ്നേഹമുള്ളവരെ, എല്ലാറ്റിനെയും സ്വീകരിക്കാനും ഇതും കടന്നു പോകുമെന്നുള്ള മനോഭാവത്തോടെ ജീവിക്കുവാനുള്ള ധൈര്യത്തിനു വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട പ്രൊഫസറായിരുന്നു ബഹുമാനപ്പെട്ട ഫാദർ മൈക്കിൾ കാരിമറ്റം അച്ഛൻ. നവംബർ 6 അദ്ദേഹം
നിത്യതയിലേക്ക് യാത്രയായ വിവരം നമുക്ക് അറിയാവുന്നതാണ്. മൈക്കിൾ അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. വേദപാഠ ക്ലാസ്സുകളിൽ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മൈക്കിൾ അച്ഛൻ രചിച്ച ആ ബൈബിൾ ചിത്രകഥകളുണ്ടല്ലോ, 50 ബൈബിൾ ചിത്രകഥകളുടെ പുസ്തകം, അത് ഞങ്ങൾക്ക് സമ്മാനമായി ഓരോ വർഷവും ലഭിക്കുമായിരുന്നു. അതിലൂടെ ചെറുപ്രായത്തിൽ തന്നെ ബൈബിള് മനസ്സിലാക്കാൻ, ഈശോയെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോഴും ആയിരങ്ങൾക്കത് വലിയ ശക്തിയാണ്. പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്കൊക്കെ ഈശോയെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ, കഥാരൂപത്തിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പുസ്തകമാണ് അത്. മലയാളത്തിലും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലുമൊക്കെ ഉണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, മലയാളം ബൈബിൾ തർജ്ജമ ചെയ്യുവാൻ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രയത്നിച്ച കാര്യങ്ങളൊക്കെ വർണ്ണിക്കുക അസാധ്യമാണ്. ഈ പ്രൊഫസറിൻ്റെ അടുക്കൽ, പ്രത്യേകിച്ച് എൻ്റെ സെമിനാരി കാലഘട്ടങ്ങളിൽ പേപ്പർ വർക്കുകളൊക്കെ എടുക്കാനും അദ്ദേഹത്തിൻ്റെ ഗൈഡൻസോടുകൂടെ അത് ചെയ്തു തീർക്കുവാനും എനിക്ക് സാധിച്ചു. അതിലൊത്തിരി സന്തോഷമുണ്ട്. 1.5 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വരികയുണ്ടായി. വിറ്റ്നസ് ടിവിയിൽ പ്രഭാഷണങ്ങൾ അദ്ദേഹം കൊടുക്കാറുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അച്ഛൻ സുപരിചിതനാണെന്ന് എനിക്കറിയാം. അന്ന് പതിവിലും വ്യത്യസ്തമായി പോകുന്നതിന് മുൻപ് എൻ്റെ അടുക്കൽ അദ്ദേഹം വന്നു. അങ്ങനെ മൈക്കിൾ അച്ഛൻ എൻ്റെ അടുക്കൽ വന്നിരുന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബൈജു അച്ഛ, ഇനിയും എത്ര നാള് ഇതുപോലെ മുമ്പോട്ട് പോകുവാൻ, ഇതുപോലെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനെ ഒരു പെൻഡ്രൈവ് ഏൽപ്പിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അച്ഛാ ഇതെന്താണ് ഇതിൻ്റെ അകത്ത്? എന്നോട് പറഞ്ഞു, ബൈജു അച്ഛൻ എൻ്റെ ശിഷ്യനാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിൻസെൻ്റ് അച്ഛന്മാർ വചനപ്രഘോഷണം നടത്തുന്നു. കൂടാതെ വലിയൊരു പ്രിന്റിംഗ് മിനിസ്ട്രി ഉണ്ടല്ലോ. അച്ഛൻ എപ്പോഴെങ്കിലും ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പുസ്തകങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, അതൊക്കെ അച്ഛനെടുക്കാം, പ്രിന്റ് ചെയ്യാം, വചനപ്രഘോഷണ രംഗത്തൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ വന്യവൈദികൻ എൻ്റെ കയ്യിലേക്ക് ആ പെൻഡ്രൈവ് കൈമാറുകയാണ്. ഇപ്പോഴും ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഞാൻ അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഒക്ടോബർ 29-ാം തീയതി അച്ഛൻ അയച്ച ഒരു മെസ്സേജ് ഉണ്ട്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. സന്ദേശം അത് വീഡിയോയുടെ രൂപത്തിലും വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ്. കാരണം ഇത് നവംബർ മാസമാണ്. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഞാനും നിങ്ങളുമൊക്കെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കേണ്ട ഒരു മാസമാണ്. ആ വന്യവൈദികന്റെ ഒരു സന്ദേശം ഒക്ടോബർ 29-ാം തീയതിയാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അയച്ചത്. അത് വായിക്കുകയാണ്. പ്രിയ പിതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ കുറച്ചു ദിവസമായി കരിമഞ്ചാലിലുള്ള സെന്റ് ജോസഫ് ആശുപത്രിയിലാണ്. കുറച്ചു മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യാവസ്ഥയിൽ വലിയ പുരോഗതി കാണുന്നില്ല. കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനും പറയാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ സ്വർഗീയ പിതാവിൻ്റെ അടുക്കലേക്ക് യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നിയപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ഞാൻ നല്ല ഓട്ടം ഓടി, ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്നാൽ കഴിയുന്ന വിധം ചെയ്തു തീർത്തു എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി എന്നെ ഒരുക്കാനും നയിക്കാനും ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങൾ ജീവിതത്തിലെ ഉടനീളം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഈ നിമിഷങ്ങളിൽ ഞാൻ സന്തോഷവാനാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ,
എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എനിക്ക് ആരോടും പിണക്കമില്ല. എല്ലാവരോടും സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ. ഇനി എന്തു പറയണം എന്നറിയില്ല. സ്വർഗവാതിൽ തുറന്നു കിട്ടാനും പണ്ടൊരിക്കൽ ആത്മാവിൽ അനുഭവിച്ച യു ആർ വെൽക്കം ഹോം എന്ന സ്വർഗീയ സ്വരം ശ്രവിക്കുവാനും ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ സന്തോഷകരവും സമാധാനപൂർണവുമായ യാത്രയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. സസ്നേഹം, ഫാദർ മൈക്കിൾ കാര്യമറ്റം. സ്നേഹമുള്ളവരെ, ഈ സന്ദേശം ഞാൻ വായിച്ചു. ഇതേ കണ്ടന്റ് അടങ്ങിയ സന്ദേശം വീഡിയോയിലുമുണ്ട്. അതും ഞാൻ കാണുകയുണ്ടായി. എൻ്റെ ചിന്ത പോയത് ഇപ്രകാരമാണ്. 1.5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അച്ഛൻ മാനസികമായി സ്വർഗീയ പിതാവിലേക്കുള്ള യാത്രയ്ക്ക് ഒരുക്കമായിരുന്നു. പഠിപ്പിച്ചതും എഴുതിയതുമായ കാര്യങ്ങൾ, സഭയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ആ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വൈദികൻ മറഞ്ഞുപോയാലും അത് ഇനിയും അനേക ആയിരങ്ങൾക്ക് പ്രകാശമാകണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്കറിയാലോ, മരണക്കിടക്കയിലായിരിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒരു സന്ദേശം സംയമനത്തോടെ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ. ഒക്ടോബർ 29 ഞാൻ വായിച്ച സന്ദേശം അയച്ചു. നവംബർ 6 ഈശോയുടെ സ്ഥലത്തിലേക്ക് യാത്രയായി. അതെ, വലിയൊരു സംതൃപ്തി ഉണ്ടായിരുന്നു ആ വൈദികന്റെ ജീവിതത്തിൽ. എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിച്ചു. വചനം ലോകമെമ്പാടും എത്തിക്കുവാനായിട്ട് വർഷങ്ങളെടുത്ത് പഠിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക്, തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചു. അച്ഛൻ്റെ പുസ്തകങ്ങളും പ്രബോധനങ്ങളുമൊക്കെ അതെല്ലാം വലിയ അനുഗ്രഹമായിരിക്കുകയാണ്. ഇനിയും അത് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കും അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ പ്രത്യേകിച്ച് നവംബർ മാസത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിക്കാനും ക്രമപ്പെടുത്താനും ഒക്കെയുള്ള ഒരു സമയമാണ്. വലിയ തിരക്കിലൂടെയാ ഓരോ ദിവസവും മുമ്പോട്ട് പോവുക. ഇതിനൊക്കെ എപ്പോഴാണ് ഒരു വിരാമം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, കുറേ നാളുകളുണ്ട്, ഇത്രയൊക്കെയല്ലേ പ്രായം എത്തിയിട്ടുള്ളൂ എന്ന്. എന്നാൽ സ്നേഹമുള്ളവരെ, ദൈവം എപ്പോഴാണ് നമ്മളെ വിളിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. ആയതിനാൽ ഈ വൈദികനെ പോലെ ഒന്ന് ഒരുങ്ങാനായിട്ട്, ഇനി പ്രതികൂല സാഹചര്യങ്ങളിൽ സംയമനത്തോടെ ജീവിതത്തെ നേരിടുവാനായിട്ട് സാധിക്കണം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്നേഹമുള്ളവരെ, ബ്രസീലിലെ മഴക്കാടുകളിൽ വസന്തം അവസാനിക്കുന്ന കാലങ്ങളിൽ ഒരു പൂവ് വിടരും. ദിവസങ്ങളുടെ പൂവ് എന്നാണ് അത് അറിയപ്പെടുക. വെറും 3 ദിവസം മാത്രമാണ് ആ പൂവിന് ആയുസ്. ആദ്യത്തെ ദിവസം ആ പൂവിൻ്റെ കളർ എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ്. ഈ പർപ്പിൾ കളർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിഗൂഢമായ എന്തോ ഒന്ന് അതിലുണ്ട്. ഒരു മിസ്റ്റീരിയസ് കളറാണ് ഉള്ളത്. ചുരുക്കത്തിൽ അത് ഇന്നലകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇന്നലകൾ എന്ന് പറയുമ്പോൾ സന്തോഷകരമായ അനുഭവങ്ങളുണ്ട്. അതുപോലെ ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഓർമ്മിച്ചു പോയാൽ എപ്പോഴും കരയാൻ മാത്രം പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന കളറാണ് ഈ കളറ്. നിഗൂഢമായ എന്തോ ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, സ്നേഹമുള്ളവരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ജീവിത സംഭവങ്ങളൊക്കെ അതിൽ നല്ലത് മാത്രം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. നല്ലത് മാത്രം എടുക്കുക, അല്ലാത്തത് കളയണം. അല്ലെങ്കിൽ ഈ വലിയ
വിഴുപ്പ് ഭാണ്ഡവും ചുവന്ന് ജീവിക്കുമ്പം ഒരടി മുമ്പോട്ട് പോകുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. ഇനി രണ്ടാം ദിവസം വരുന്ന കളർ എന്ന് പറയുന്നത് ലാവൻഡർ ഷെയ്ഡുള്ള ഒരു കളറാണ്. നമുക്കറിയാലോ, ഈ കളറ് സന്തോഷത്തിൻ്റെ, പ്രണയത്തിൻ്റെ, നന്മയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കളറാണ്. ഇന്ന് നമ്മൾ ആരുടെ കൂടെ ജീവിക്കുന്നു, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഏൽപ്പിച്ച ദൗത്യങ്ങൾ, നമ്മുടെ കഴിവുകൾ, നമ്മളായിരിക്കുന്ന അവസ്ഥ, അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കണം, ഇന്ന് ജീവിക്കണം. അതാണ് ഈ കളർ പ്രതിനിധാനം ചെയ്യുന്നത്. മൂന്നാമത്തെ ദിവസത്തെ കളർ എന്ന് പറയുന്നത് പേൾ കളറാണ്. നിറം മങ്ങുന്ന ഒരവസ്ഥ, ഇല്ലാതാവുന്ന ഒരവസ്ഥ. ഈ കളറ് പറയുന്നത് ഇല്ലായ്മയെക്കുറിച്ചാണ്. അതായത് പതുക്കെ പതുക്കെ അവസാനിക്കാൻ പോവുകയാണ് ആ പൂവിൻ്റെ ജീവിതം. നാളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ഇന്നലെയും നാളെയും ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നു, ഇന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇന്ന് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇന്നലകളെ ഓർമ്മകൾ വെച്ചുകൊണ്ട് ആ വലിയ ഭാരം വഹിച്ചുകൊണ്ട് ജീവിക്കുക സാധ്യമല്ല. നാളെയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് അങ്ങനെയും ജീവിച്ചാൽ ഇന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ ആ സൗന്ദര്യം, ആ ഒരു ജീവിത താളം വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നിനും നമ്മെ കീഴടക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 40-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും എന്ന്. അങ്ങനെ വന്നാൽ ഇന്നലകളെയൊക്കെ ഒന്ന് മറക്കുക, ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക, എന്നെ അറിയുന്ന ദൈവമുണ്ട് എന്ന വിശ്വാസത്തിൽ ഉയരങ്ങളിലേക്ക് കുതിച്ചുയരുവാനായിട്ട് സാധിക്കട്ടെ. 1951, 52 കാലഘട്ടങ്ങളിൽ എവറസ്റ്റ് കീഴടക്കുവാനായിട്ട് ഒരു വ്യക്തി പോയി. നമുക്കറിയാം, അനേകം മനുഷ്യര് എവറസ്റ്റ് കീഴടക്കുവാനായിട്ട് ആഗ്രഹിച്ചു പോകുന്നവരാണ്. ഈ പോയവരൊക്കെ തിരിച്ചു വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല, വരാറുമില്ല. ഇനി എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അവർക്ക് മുമ്പേ പോയ ധീരന്മാരായ വ്യക്തികളുണ്ട്. അവരുടെ ശവശരീരങ്ങളെ ചവിട്ടിയാണ്, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടാണ് അവർക്ക് മുമ്പോട്ട് കുതിക്കേണ്ടത്. കാരണം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ടവര് മരിക്കും. പിന്നെ ഐസ് കട്ടയുടെ മുകളിലായതുകൊണ്ട് അത് അതേപടി അങ്ങനെ ഇരിക്കും. ആരും അതെടുക്കുവാനായിട്ടൊന്നും വരില്ല, അത്ര എളുപ്പവുമല്ല. അപ്പോൾ തങ്ങൾക്ക് മുമ്പ് പോയ ധീരന്മാരുടെ ശവശരീരങ്ങൾ കാണുമ്പോഴും അതൊക്കെ മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് കുതിക്കുന്ന വ്യക്തികളാ എവറസ്റ്റ് കീഴടക്കുക. 1951, 52 കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം പോയി. അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല, തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാര് അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു സ്വീകരണം ഒരുക്കി. അത്രയും കയറുവാനായിട്ട് സാധിച്ചല്ലോ. ആ സ്റ്റേജിന് പിറകിൽ എവറസ്റ്റിൻ്റെ ഒരു ഫോട്ടോയും വെച്ചിരുന്നു. നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അവസാനം മറുപടി പ്രസംഗത്തിനായി ഇദ്ദേഹത്തെ ക്ഷണിച്ചു. മറുപടി പ്രസംഗത്തിനായി വന്നപ്പോൾ അദ്ദേഹം ഏതാനും വാക്കുകൾക്കുള്ളിൽ തൻ്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം സ്റ്റേജിന് പുറകിലുള്ള ആ ഹിമാലയത്തിൻ്റെ ചിത്രത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എവറസ്റ്റ്, നിന്റെ വളർച്ച അവസാനിച്ചു, എന്നാൽ എൻ്റെ വളർച്ച അവസാനിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്. സ്നേഹമുള്ളവരെ, 1953 ഇദ്ദേഹം വീണ്ടും എവറസ്റ്റ് കയറുവാനായിട്ട് പോയി. അങ്ങനെ എവറസ്റ്റ് കീഴടക്കി.
എഡ്മണ്ട് ഹിലാരിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഈ എഡ്മണ്ട് ഹിലാരിനെ പോലുള്ള ചിന്തകൾ ഉണ്ടാവണം. കാരണം ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളൊന്നും നമ്മെ കീഴടക്കാൻ പാടില്ല സഹോദരങ്ങളെ. മുമ്പോട്ട് കുതിക്കണം. മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഓർക്കുക, അതിൽ താളപ്പിഴകൾ ഉണ്ടാവാം, പരാജയങ്ങൾ തുടർച്ചയായിട്ട് വരാം. എന്നാൽ ഈ പരാജയങ്ങളിൽ നിന്നൊക്കെ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിച്ചുകൊണ്ട് മുമ്പോട്ടുള്ള പ്രയാണം, അവിടെ വിജയമുണ്ടാവും. ആ വിജയത്തിൽ സന്തോഷിക്കാനായിട്ട് നമ്മളെ തള്ളിപ്പറഞ്ഞവരും നമ്മിൽ നിന്ന് അകന്നിരിക്കുന്നവരും എല്ലാം വിജയത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മെ സ്വീകരിക്കും. സ്നേഹമുള്ളവരെ, അങ്ങനെ വിജയത്തിൽ എത്തണമെങ്കിൽ വലിയൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം. ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം അത് വേണം. അതോടൊപ്പം കരങ്ങൾ കോർത്തു പിടിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രയാണം ചെയ്യണം. അങ്ങനെ കർത്താവിൽ ആശ്രയിക്കുന്നവർ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവൻ ശക്തി പ്രാപിക്കും. അതേ പ്രിയപ്പെട്ടവരെ, കഴുകന്മാരെ പോലെ അനന്തവിഹായുസിലേക്ക് ചിറകടിച്ചുയരും. ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. സന്തോഷത്തോടെയുള്ളൊരു ജീവിതം, ആ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹം, തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ നാഥാ പ്രതീക്ഷ നൽകി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.